ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു റിംഷാസ് വേൾഡ്. അപ്പോൾ നമ്മൾ കുറേ ആയി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വരുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് വൺ ഡേ വ്ളോഗാണ് ഞാൻ ഇന്ന് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എത്തിയിരിക്കുന്ന ഡെസ്റ്റിനേഷൻ കോവളത്തുള്ള ഹവ ബീച്ചിലേക്കാണ്. കോവളത്തിലെ നമ്പർ 1 ബീച്ച് ഒരു ബീച്ചായ ഹവ ബീച്ചിൽ അടിപൊളി ആംബിയൻസും കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എത്തിയിരിക്കുന്ന ഡെസ്റ്റിനേഷൻ ഹവ ബീച്ചാണ്. അപ്പോൾ മോർണിംഗിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് നമ്മൾ ഇവിടെ ഫോറിനേഴ്സും അതേപോലെ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ നമുക്ക് മോർണിംഗ് ബാത്തിനായിട്ട് എത്തിയിട്ടുണ്ട്. അതേപോലെ മീൻപിടുത്തവും കല്ലുമ്മക്കായ പറിക്കലൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. മോർണിംഗിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു കൂൾ ആൻഡ് വൈബ്രൻറ്റ് ആംബിയൻസ് തന്നെ ആയിരുന്നു. ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒരു രക്ഷയില്ല, അടിപൊളി തന്നെ ആയിരുന്നു. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റും കൂടിയായിരുന്നു. വെയിൽ വരുന്നതിൻ്റെ മുമ്പായതുകൊണ്ട് തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. അപ്പോൾ പാറക്കെട്ടുകൾക്കിടയിലൂടെ നടന്ന് ഇവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ കള്ളിമുൾ ചെടികളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ തന്നെ ആയിരുന്നു. നമ്മൾ പിക്ചറിലും വീഡിയോസിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രത്ത്. അങ്ങനെ ഇതാ അടിപൊളിയായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്തു. നല്ലൊരു സോളോ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതര വൈബും കൂടെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ പാറക്കെട്ടുകൾക്കിടയിലൂടെ കുറച്ചുകൂടി മുമ്പോട്ട് എത്തിയപ്പോൾ അവിടെയൊക്കെ ആയിട്ട് ഇതാ കല്ലുമ്മക്കായ പറിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ ചാർജിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ആൾമോസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്തു. പിന്നെ എൻ്റെ കയ്യിൽ ഒരു സ്പെയർ ഫോൺ കൂടെ ഉണ്ടായിരുന്നു. അതിൽ കൂടെ ഫോട്ടോസ് ഷൂട്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതിൽ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ലവ് കോവളം എന്നൊക്കെ ഉള്ള ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് ബോഡി മസാജും അതേപോലെ ആയുർവേദിക് സ്പാ, ടാറ്റൂസ്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ്, ബീച്ച് വൈബ് ഡ്രസ്സസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അതേപോലെ സീ ബാത്ത് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ലൈറ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ 10 o'clock ശേഷമാണ് എൻട്രി. 5 rupees ആണ് എൻട്രി ഫീ വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി വരെയൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നത് ഭീമാപള്ളിയിലേക്കാണ്. ഞാൻ എത്തിയ സമയത്ത് അവിടെ ഓവർ ബാങ്ക് കൊടുക്കുന്ന സമയമായിരുന്നു. നല്ലൊരു ആംബിയൻസ് തന്നെ ആയിരുന്നു. സെക്കൻഡ് ഡെസ്റ്റിനേഷനും കൊള്ളാം, അടിപൊളി ഇതായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്നൊരു പ്ലേസ് കൂടിയാണ്. അപ്പോൾ ഒരുപാട് ദർഗ കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു പ്ലേസാണ് ഭീമാപള്ളിയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ ഞാൻ വന്നത് ഇവിടത്തേക്ക് ബസ്സിലാണ്, നമ്മുടെ ലാൻഡ് ബസ്സിലാണ് വന്നിരിക്കുന്നത്. ഭീമാപ്പള്ളി കവർ ചെയ്തതിനു ശേഷം തേർഡ് ഡെസ്റ്റിനേഷനായ ശംഖുമുഖം ബീച്ചിലേക്കാണ് ഞാൻ പോയത്. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് ട്രിവാൻഡ്രം എയർപോർട്ടും കൂടെ കാണാൻ സാധിച്ചു. അങ്ങനെ ശംഖുമുഖം ബീച്ചിലേക്ക് ഞാൻ ഉച്ചക്കാണ് എത്തിയിരിക്കുന്നത്. ഉച്ചക്ക് എന്താ ബീച്ചിൽ പോകാൻ നിനക്ക് പ്രാന്തുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. പക്ഷേ എന്താണ്, നമുക്ക് വൺ ഡേ ആണ് ടൈമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാമെന്ന് കരുതി. അപ്പം രാവിലെയാണോ രാത്രിയാണോ പകലാണോ എന്നൊന്നും നോക്കിയില്ല. അങ്ങനെ പോയി. ഒക്കെ അവിടെയും അടിപൊളിയാണ്. ടൂറിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് എന്താ ടൂറിസ്റ്റേഴ്സ്, ഓഫീസ് ടൂറായിട്ടും കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ തന്നെ എത്തുന്നൊരു പ്ലേസും കൂടിയാണ്. ഫാമിലീസ് ഒക്കെ എത്തുന്നൊരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു പ്ലേസും കൂടിയാണ് ശംഖുമുഖം ബീച്ച്. ഓക്കെ, നമ്മൾ ഫിലിംസിലൊക്കെ കാണുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണിത്. ഞാൻ മുമ്പ് ഏതൊക്കെ ഫിലിംസ് കണ്ടിന്, ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, പിന്നെ നമ്മുടെ ഓൾഡ് കോഫി ഹൗസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ആണ് ഞാൻ ഫുഡ് കഴിച്ചിരുന്നത്. ഫ്രൈഡ് റൈസും മീൻ ലൈമൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡ് തന്നെ, ക്വാണ്ടിറ്റി വൈസും പ്രൈസ് വൈസും ടേസ്റ്റ് വൈസും ഒക്കെ അടിപൊളിയാണ്. അതിൻ്റെ ആംബിയൻസും അടിപൊളി തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ ഫോർത്ത് ലൊക്കേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ KK കോട്ടയിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ നമ്മൾ ചിത്രാലയ പാലസ് മ്യൂസിയം ഉണ്ടായിരുന്നു. അതായത് കുതിരമാളിക, അതേപോലെ വാൾ ഫ്രെയിം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന മ്യൂസിയമാണ്. കുതിരമാളികയിലേക്ക് 70 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. ചിത്രാലയത്തിലേക്ക് 30 രൂപയാണ്. ഞാൻ 2 ടിക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കുതിരമാളികയുടെ പുറത്തുള്ള വ്യൂ ആണ് കാണുന്നത്. ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല. പുറത്ത് എടുക്കുകയാണെങ്കിൽ 50 റുപ്പീസാണ്. ഉള്ളിലുള്ള ഫുൾ വീഡിയോസ് കവർ ചെയ്യണമെങ്കിൽ 500 റുപ്പീസാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ക്യാമറ ഓഫ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ കവർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കുറച്ചൊക്കെ അവിടുന്ന് ഇവിടുന്ന് ആയിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ വീഡിയോസൊന്നും ഇവിടുന്ന് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നല്ല അടിപൊളി തന്നെ ആയിരുന്നു.
ഈ ഒരു തറവാട് ആംബിയൻസ് ഒക്കെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള പാലസ് വിസിറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഇതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് പ്രൈസും ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ പാലസൊക്കെ വിസിറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനും അറിയാനും ഒക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിയറസ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പാലസും വരുന്നത്. അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിയറസ്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ കിഴക്കേക്കോട്ടയിൽ വന്നു കഴിഞ്ഞാൽ ബൈ വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം, അതേപോലെ ചിത്രാലയ, അതേപോലെ കുതിരമാളിക, പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് സുനിൽസ് വാക്സ് മ്യൂസിയം ഉണ്ട്. നമ്മുടെ ഓരോ ഫേമസ് സെലിബ്രിറ്റീസിൻ്റെ വാക്സ് മ്യൂസിയം കൂടെ ഉണ്ട്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കാണുന്നത്. അതേപോലെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ സെക്രട്ടേറിയറ്റും കൂടെ കവർ ചെയ്തത്. ബസ്സിലായതുകൊണ്ട് തന്നെ കൂടുതൽ കവറേജും കാര്യങ്ങളൊന്നും നടന്നില്ല. എന്നാലും പറ്റുന്നത് പോലെ ഞാൻ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ വേളി ബീച്ചിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, ആക്ച്വലി ശംഖുമുഖത്ത് നിന്ന് ഡയറക്റ്റ് തന്നെ വേളി ബീച്ചിലേക്ക് പോകാം. എനിക്ക് ആ സ്ഥലം അത്ര പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും വേറൊരു സ്ഥലം കവർ ചെയ്തിട്ടാണ് ഇവിടത്തേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം അടുത്ത തവണ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കവർ ചെയ്യാം. ഇവിടത്തേക്ക് എൻട്രി ഫീ 20 രൂപയാണ്. ടോയ് ട്രെയിൻ, അതേപോലെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ആയിട്ട് പല റേറ്റും കാര്യങ്ങളുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ടോയ് ട്രെയിനിന് 100 റുപ്പീസാണ് വരുന്നത്. ബീച്ച് സൈഡിലേക്കൊക്കെ 6 മണി വരെയാണ് എൻട്രി കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെയും അത്യാവശ്യം ഞാൻ ഈവനിങ്ങിലാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസും അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. ബീച്ച് ആംബിയൻസ് അടിപൊളി തന്നെയായിരുന്നു. പിന്നെ ഗെയിംസും സ്ട്രീറ്റ് സെല്ലേഴ്സും അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബീച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. കൈനോട്ട പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, തത്തമന വെച്ചിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആയിരുന്നു വേളി ബീച്ചിലെ വിശേഷങ്ങൾ. പിന്നെ ഓൺ ദ വേയിൽ നമുക്ക് അവിടെ ഇതും കൂടെ ഉണ്ടായിരുന്നു, പള്ളിപ്പെരുന്നാളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കവർ ചെയ്യാൻ പറ്റിയില്ല. ഇത് പിന്നെ ടോയ്സ്, അതേപോലെ ഗെയിംസ്, ഇതൊക്കെയാണ് വേളി ബീച്ചിലുണ്ടായിരുന്ന വിശേഷങ്ങൾ. പിന്നെ അറ്റ് ലാസ്റ്റ് ഞാൻ എത്തിയിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ലുലു മാളാണ്. അത് നൈറ്റിലാണ് ഞാൻ അവിടെ കവർ ചെയ്യാൻ നിന്നത്. ഓക്കെ, ലുലു മാളിൽ ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. പിന്നെ ഓൾറെഡി ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ള പ്ലേസസിൻ്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ എൻഡിങ്ങിൽ വരുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വൺ ഡേ ട്രിപ്പായിട്ട് ഞാൻ നടത്തിയ ട്രിവാൻഡ്രം സോളോ ട്രിപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. ഓക്കെ, അപ്പോൾ പതിവ് പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷൻ തന്നെയായിരുന്നു. അപ്പം നിങ്ങൾക്കും വൺ ഡേ ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്ലേസസൊക്കെ കവർ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻസ് തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ടേക്ക് കെയർ, ബി സേഫ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രം ഷാസ് വേൾഡ്. ബൈ.